മനുഷ്യനാകുക എന്ന് പറയുമ്പോഴേ ഫിലോസഫിക്കലി നമുക്ക് പറയാം അവിടെ ഒരു നല്ല മനുഷ്യനാകണമെന്ന്. പക്ഷെ ടെക്നിക്കലി അതെങ്ങനെ പോസിബിൾ ആകും? അതിന് നമുക്ക് എന്ത് ടൂൾസ് ഉപയോഗിക്കാം? ഇപ്പം നല്ല ഡോക്ടർമാർ നമുക്കില്ലെന്ന് ചോദിച്ചാൽ ഉണ്ട്. നല്ല മനുഷ്യനായ ഒരു ഡോക്ടറെയാണ് നമുക്ക് വേണ്ടത്. നല്ല എഞ്ചിനീയർ ഉണ്ട്, നല്ല ബിസിനസ്സുകാരുണ്ട്. മനുഷ്യത്വമുള്ള ഒരു ബിസിനസ്സുകാരനും ഡോക്ടറും ഒക്കെ സൊസൈറ്റിയിൽ വരുമ്പോഴാണ് കമ്മ്യൂണിറ്റിക്ക് ഉപയോഗപ്പെടുക. അപ്പോൾ മനുഷ്യത്വം എന്ന് പറയുന്നത് ആദർശമോ അല്ലെങ്കിൽ ആശയമോ എന്നതിനപ്പുറം അത് ഒരു പ്രാക്ടീസ് ആക്കി എങ്ങനെ മാറ്റാം എന്നുള്ളതാണ് ഹ്യൂമാൻസ് സംസാരിക്കുന്നത് കേട്ടോ. എന്തായാലും ഞാൻ മൈക്ക് പിടിച്ചു വാങ്ങിയിരിക്കുകയാണ്. ഇവിടെ പിന്നെ സെഷൻ്റെ ഒരു സ്റ്റോറി, അതിൻ്റെ ഒരു വരവ് എങ്ങനെയാണ്, തുടക്കം, ഇതിൻ്റെ തുടർച്ച എന്താണെന്നൊക്കെ പറഞ്ഞിട്ട് ഈ വരാനിരിക്കുന്ന ട്രെയിനിങ് പ്രോഗ്രാംസിൻ്റെ പിന്നെ ഒരു മോഡ്യൂൾസ് എങ്ങനെയൊക്കെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്, അത് എങ്ങനെയാണ് സാധാരണഗതിയിലുള്ള ട്രെയിനിങ് പ്രോഗ്രാംസിൻ്റെ മോഡ്യൂൾസുമായി വ്യത്യാസപ്പെട്ടിരിക്കുന്നത്, ഇതൊന്ന് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞാൽ. സാധാരണ നമ്മൾ ട്രെയിനിങ്ങിനൊക്കെ പോകുമ്പോഴേ ഒരു 100 അല്ലെങ്കിൽ 10,000 ആൾക്കാരുണ്ടാവും. ഈ 1000 പേർക്ക് 1000 പ്രശ്നമാണ്. എല്ലാവർക്കും കൂടെ ഒരു പെനഡോൾ കൊടുക്കും. എന്നിട്ട് ഡോക്ടറിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന എന്താ, ഈ പെനഡോൾ കഴിച്ചിട്ട് എല്ലാവരുടെയും അസുഖം മാറുമെന്നാ. നടക്കൂല. 1000 പേർക്കും 1000 പ്രശ്നങ്ങളുണ്ടാവും. അപ്പം ഇത് പ്രിപ്പയർ ചെയ്യാൻ പറ്റണം. നമ്മൾ എന്താണ് നമുക്ക് വേണ്ടത്, നമ്മുടെ നീഡ്സ്, നമ്മുടെ പ്രയോറിറ്റി, ഇത് പ്രിപ്പയർ ചെയ്യാനാണ് ആദ്യം നമ്മൾ ശ്രമിക്കേണ്ടത്. ദാറ്റ്സ് ദ ഫസ്റ്റ് പാർട്ട്. പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. അതായത് എന്ത് ടൂൾസ് ഉപയോഗിച്ച് എൻ്റെ ഗ്യാപ്പ് ഫിക്സ് ചെയ്യാമെന്നുള്ളത് അത് റിയലൈസ് ചെയ്യണം. മൂന്നാമത്തത് ആ ടൂൾ എടുത്തുകൊണ്ട് പോയി പ്രാക്ടീസ് ചെയ്യണം. ഹ്യൂമാൻസ് ഈ 3 സ്റ്റേജാണ്. നമ്മളൊരു ഓൺലൈൻ സമ്മിറ്റിലൂടെ ഇതിൽ ജോയിൻ ചെയ്യുന്ന ആൾക്കാരെയൊക്കെ നമ്മൾ പ്രിപ്പയർ ചെയ്യുക ചെയ്യുന്നത്. അതായത് അവരുടെ നീഡ്സും എക്സ്പെക്ടേഷൻസും പ്രോബ്ലംസും പെയിൻസും ഒക്കെ അനലൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓൺലൈൻ സബ്മിറ്റിലൂടെയാണ് ഈ ഹ്യൂമാൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആ പ്രശ്നങ്ങൾ റിയലൈസ് ചെയ്ത്, അത് മെന്റലി ആകാം, സ്പിരിച്വലി ആകാം, ഇമോഷണലി ആകാം, സോഷ്യലി ആകാം, ഫിസിക്കലി ആകാം, സ്കിൽ സെറ്റിലാകാം. ആ ഗ്യാപ്പ് മനസ്സിലാക്കിയിട്ട് നമ്മൾ ഒരു ഗ്രൗണ്ടിൽ പോവുകയാണ്. ഡിസംബർ 14-ാം തീയതി മലബാർ മറീന കൺവെൻഷൻ സെന്ററിൽ ഫറൂഖിൽ ഒരു ഫുൾ ഡേ. ഞാനും ഫറൂഖ് സെൻസി എന്ന് പറയും. കേൾക്കുന്ന എത്ര പേർക്ക് ഫറൂഖ് സെൻസി അറിയാം എന്ന് എനിക്കറിയില്ല. കേരളത്തിൽ തിരൂരുള്ളത് കൊണ്ട് മാത്രം ലോകത്ത് ഒരുപാട് സ്ഥലത്തേക്ക് ആൾക്ക് എത്തിപ്പോകാൻ പറ്റാത്തൊരു ട്രെയിനറാണ്, കോച്ചാണ്. എനിക്ക് തോന്നുന്നു ഒരു 4-5 വേൾഡ് റെക്കോർഡ്സ് ഉണ്ട്. 48 രാജ്യങ്ങളിൽ പോയി സെഷൻസ് ഒക്കെ ചെയ്തൊരു വലിയ ഇന്റർനാഷണൽ കോച്ചാണ്. അപ്പം ഞാനും അദ്ദേഹം കൂടെ ഒരു 1 ഡേ ഫുൾ പാക്ക് ഒരു കോച്ചിങ് ട്രെയിനിങ് പ്രോഗ്രാം ആയിരിക്കും നടത്താൻ പോകുന്നത്. അത് കഴിഞ്ഞിട്ട് ഒരു 30 ദിവസം അവിടെ പഠിച്ച കാര്യങ്ങൾ ജീവിതത്തിൽ, കച്ചവടത്തിൽ, പേഴ്സണൽ ലൈഫിൽ, റിലേഷൻഷിപ്പിൽ, കരിയറിൽ അപ്ലൈ ചെയ്യുന്നുണ്ടോ എന്ന് ഫീഡ്ബാക്സും അനാലിസിസും ക്വസ്റ്റ്യൻ ആൻസേഴ്സും റിവ്യൂസിലും കൂടെ നമ്മളൊരു ജേർണി റൺ ചെയ്യും. ഈ ജേർണിയുടെ അവസാനം നമ്മളും അവിടെ അറ്റൻഡ് ചെയ്ത ട്രെയിനീസും ഒരു കൺക്ലൂഷൻ എത്തുന്നത് വരെ അവരെ കൊണ്ടുപോകാൻ പറ്റുന്ന പുതിയൊരു കമ്മ്യൂണിറ്റിയിലേക്ക് മാറ്റുകയും ചെയ്യും. അതൊരു ലൈഫ് ടൈം ആക്സസ് ഉള്ള ഒരു കമ്മ്യൂണിറ്റി ഉണ്ടാവും. പക്ഷേ 1 മാസം കൊണ്ട് നമ്മൾ പറയുന്ന ഒരു 60 മുതൽ 80% വരെയും ലൈഫിൽ ട്രാൻസ്ഫോർമേഷൻ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ജേർണിയാണ്. നോക്കൂ, ഇതിൻ്റെ സാധാരണ ഇത്തരം ട്രെയിനിങ് പ്രോഗ്രാമൊക്കെ യൂറോപ്പിലോ വെസ്റ്റേൺ വേൾഡിലൊക്കെ നടക്കാറുണ്ട്. ഇത് കേരളത്തിൽ ആദ്യമായിട്ടാണ്, പക്ഷെ യൂറോപ്പിലൊക്കെ നടക്കാറുണ്ട്. ഇന്ത്യയിൽ ഫോളോ ബേസ്ഡ് റിട്ടൻഷൻ ട്രെയിനിങ് പ്രോഗ്രാം നടക്കാറുണ്ട്. ഒരു 50,000 മുതൽ 1.5 ലക്ഷം രൂപ വരെ ഇൻവെസ്റ്റ്മെൻറ്റിൽ നടക്കാറുണ്ട്. അപ്പോൾ ഞങ്ങളിത് ഒരു പ്രോഫിറ്റ് ഡ്രിവൺ സെഷൻ ആക്കി മാറ്റാതിരിക്കാൻ കഴിവതും ശ്രദ്ധിക്കുന്നത് ഹ്യൂമാൻസിലേക്ക് വരുന്നത് മനുഷ്യന്മാരായിരിക്കും. കച്ചവടക്കാരാണെങ്കിലും പൈസ ഉണ്ടാക്കണം എന്ന് മാത്രം ചിന്തിച്ച് വരുന്നവരായിരിക്കില്ല. ഈ ജസ്റ്റ് മണി മേക്കിംഗ് ഉണ്ടല്ലോ, മണി മേക്കിങ്ങും ജസ്റ്റ് മണി മേക്കിങ്ങും, ഈ ജസ്റ്റ് മണി മേക്കിംഗ് ഉള്ളവരായിരിക്കില്ല അവിടെ വരുന്നത് എന്നുള്ളത് കൊണ്ട് ഒരു വെറും 4,999 രൂപയുടെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റിൽ ഇങ്ങനെ ഒരു ലൈഫ് ടൈം ട്രാൻസ്ഫോർമേഷൻ കൊടുക്കാനുള്ള ഒരു തീരുമാനം നമ്മൾ ഉണ്ടാക്കിയത് അതൊരു പർപ്പസിൻ്റെ ഭാഗമാണ്.